നമസ്കാരം. പിണറായി വിജയനെ ജനം വെറുത്തു തുടങ്ങി എന്നത് വാസ്തവമാണ്. CPM എതിർക്കുന്നവർ മാത്രമല്ല, CPM പോലും എതിർത്തു തുടങ്ങി. കഴിഞ്ഞ കുറേ കാലമായി ഞാൻ നടത്തുന്ന ഒരു യുദ്ധത്തിൻ്റെ വിജയം കൂടിയാണ് പാർട്ടി ഫോറങ്ങളിൽ CPM ഈ വികാരം. ഞാൻ എക്കാലത്തും ഊന്നി പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ: ഞാൻ വിമർശിക്കുന്നത് CPM അല്ല, ഞാൻ വിമർശിക്കുന്നത് മുസ്ലിമിനെയല്ല. പലരും അതിനെ അത്തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറിയത് സഖാക്കളും സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന തീവ്ര ഇസ്ലാമിക നിലപാടുള്ളവരുമാണ്. ഈ രണ്ടു കൂട്ടരും കൂടി എനിക്ക് നൽകിയിരിക്കുന്ന ഒരു ചാപ്പ: ഞാൻ സംഘപരിവാറിൻ്റെ എച്ചിൽ തീനിയാണ്, അതിനുവേണ്ടി ഞാൻ CPM അധിക്ഷേപിക്കുന്നു, അതിനുവേണ്ടി ഞാൻ മുസ്ലിം സമൂഹത്തെ അധിക്ഷേപിക്കുന്നു എന്നതാണ്. ഞാൻ എക്കാലത്തും പറയാറുണ്ട്, രണ്ടും തെറ്റാണ്. ഞാൻ ഇസ്ലാമിനെ എതിർത്തിട്ടില്ല, ഇസ്ലാമിക വിശ്വാസത്തെ എതിർത്തിട്ടില്ല, ഖുറാനെയോ പ്രവാചകനെയോ എതിർത്തിട്ടില്ല. ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഒരു മതത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമ്മുടെ മഹത്തായ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന മത തീവ്രവാദത്തെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് എതിർത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് CPIM എന്ന തൊഴിലാളി പാർട്ടിയോട് എനിക്ക് എതിർപ്പില്ല. വിമർശനം തുടങ്ങുമ്പോഴില്ലാത്ത ഒരു അതൃപ്തി കമ്മ്യൂണിസത്തോടുണ്ട്. കാരണം ഇത് പ്രായോഗികമല്ലാത്ത ഒരു തത്വശാസ്ത്രമാണെന്നറിയാം. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസം അപകടകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവിടെ ഒരു വിപ്ലവം വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനാധിപത്യത്തിൻ്റെ പരിധിക്കുള്ളിലുള്ള സുതാര്യമായ ഭരണമാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത്. കുടുംബാധിപത്യത്തിനെതിരെ, അഴിമതിക്കെതിരെ സാധാരണ മനുഷ്യരെ കൈപിടിച്ചുകൊണ്ട് ഉയർത്തുന്ന ഒരു നിലപാട്, അതിനോട് എനിക്ക് എതിർപ്പില്ല. എന്നാൽ ആ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം കളഞ്ഞ് മുതലാളിത്തത്തിന് എന്തൊക്കെ കളങ്കമുണ്ടോ ആ കളങ്കമെല്ലാം സ്വീകരിച്ചു എന്നതാണ് പിണറായിസത്തിൻ്റെ കുഴപ്പം. മുതലാളിത്തത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, സ്വകാര്യ മൂലധന നിക്ഷേപത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരാൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി അയാൾ മറ്റുള്ളവരുടെ ജീവിതം ഉയർത്തുന്നു എന്നതാണ് മുതലാളിത്തം. അതിനോട് എനിക്ക് എതിർപ്പില്ല, യോജിപ്പാണ്. എന്നാൽ ലാഭമുണ്ടാക്കുന്നവർ തന്നെ അതിന് സഹായിക്കുന്ന തൊഴിലാളികളുടെ ക്ഷേമം കൂടി ഉറപ്പാക്കണം എന്നതാണ് ജനകീയ കമ്മ്യൂണിസം. അതാണ് CPM ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ പിണറായി ചെയ്തത് അങ്ങനെയല്ല. മുതലാളിത്തത്തിൻ്റെ ദോഷങ്ങളെല്ലാം സ്വീകരിക്കുന്നു. ഏത് നിയമവും ലംഘിച്ചുകൊണ്ട് ലാഭമുണ്ടാക്കാം, എന്ത് തോന്നിയാസം കാണിച്ചുകൊണ്ട് പ്രീണനത്തിലൂടെ വോട്ട് ബാങ്കായി മാറാം, ഞങ്ങൾ അവരെ സംരക്ഷിക്കാം. മറുഭാഗത്ത് ഇതിൻ്റെ ആനുകൂല്യമൊക്കെ തനിക്കും തൻ്റെ കുടുംബത്തിനും തന്നോടൊപ്പം നിൽക്കുന്നവർക്കുമാണ്, അല്ലാതെ പാവങ്ങൾക്കല്ല, സാധാരണക്കാർക്കല്ല. ഈ പിണറായി സത്തെയാണ് ഞാൻ എതിർത്തത്, CPM കമ്മ്യൂണിസത്തെയോ അല്ല. ഇത് പലർക്കും മനസ്സിലായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ ഉയർത്തിയ ആ വിഷയം സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കുന്നു. അവർക്കും പിടികിട്ടി CPIM എന്ന് പറയുന്ന പാർട്ടിയെ പിണറായി വിജയൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ബംഗാളിലെ അവസ്ഥ ഇതായിരുന്നു. നമ്മളിതെല്ലാം പൊതിഞ്ഞു വെച്ചുകൊണ്ട് നല്ലത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ തല്ലുകെട്ടും. പഴയ സോവിയറ്റ് യൂണിയൻ റിപ്പബ്ലിക്കുകളുടെ ഭാഗമായ രാജ്യങ്ങളിൽ ചെന്ന്, അല്ലെങ്കിൽ പഴയ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്ന് ചെങ്കൊടി കാട്ടിയാൽ തല്ല് കിട്ടുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് കേരളവും മാറുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതൊരു അവസാനത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയമാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു, ഇവരെ നമ്മൾ മൂലയ്ക്കിരുത്തിയാൽ ആരായിരിക്കും പകരം ഈ നാട് ഭരിക്കുക? കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ മുടിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു ഇവർ. കേരളത്തിൽ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. CPM പോലും ഓടി രക്ഷപ്പെട്ട് ഇംഗ്ലണ്ടിലും മറ്റു രാജ്യങ്ങളിലും പോയി ചെങ്കുടി പിടിക്കുക. അവിടെ നിൽക്കുക, കേരളത്തിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നറിയാം. കഴിഞ്ഞ ദിവസം വിശാൽ എന്ന് പറയുന്ന ഒരു ആഗോള SFI നേതാവിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അയാൾ അവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് വന്ന് ഇവിടെ പഠിക്കുക, ഇവിടെ SFI ഉണ്ടാക്കി ഇവിടുത്തെ കുട്ടികളുടെ ഭാവി കൂടി മുരടിപ്പിക്കുകയാണ്. ഇത്തരത്തിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഒരു പരിഹാര മാർഗം? അത് പലർക്കും ചൂണ്ടിക്കാട്ടാനില്ല. നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള ബദൽ എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ BJP വരണം. BJPക്ക് എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് അധികാരം പിടിക്കാൻ സാധ്യമല്ല. ഒരു MLA പോലും ഇല്ലാത്ത BJPക്ക് പൊടുന്നനെ കേരളത്തിന് ഭരണം പിടിക്കുക സാധ്യമല്ല. BJP വളരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആർക്കും ആ വളർച്ച തടയാൻ കഴിയില്ല. അതിൻ്റെ സൂചനയാണ് സുരേഷ് ഗോപിയുടെ വിജയവും ശോഭാ സുരേന്ദ്രൻ്റെ മുന്നേറ്റവും രാജീവ് ചന്ദ്രശേഖരൻ്റെയും V മുരളീധരൻ്റെയും വിജയത്തോട് ഒത്തുവരുന്ന പരാജയവും. എന്തിനേറെ BJPക്ക് ഒരു വേരുമില്ലാത്ത ആലത്തൂർ മണ്ഡലത്തിൽ ഏതാണ്ട് 1,88,000 വോട്ടാണ് സരസു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പിടിച്ചത്. രമ്യ ഹരിദാസിൻ്റെ തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പലരും മറന്നുപോകുന്ന ഒരു കാര്യം അതാണ്. ആ 1,88,000 വോട്ട് തന്നെയാണ് രമ്യ ഹരിദാസിന് വിനയായി മാറിയത്. രമ്യ ഹരിദാസിന് 13% വോട്ട് കുറഞ്ഞു. CPM 3% കൂടിയിട്ടുള്ളൂ. 10% BJP സ്ഥാനാർത്ഥിക്ക് കൂടിയത്. ആ 10% വാസ്തവത്തിൽ രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചത്. ആ കണക്കാണ് ആളുകൾ മറന്നുപോകുന്നത്. ആലത്തൂരിലെ ഒരു സരസു മറ്റെവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെയും CPM ജയിക്കുമായിരുന്നു. അല്ലെങ്കിൽ ചാലക്കുടി നോക്കുക. ചാലക്കുടിയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ, ഒരുപക്ഷെ എറണാകുളത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കേണ്ടതാണ്. ബെന്നി ബെഹനാൻ മോശം സ്ഥാനാർത്ഥിയൊന്നുമല്ല. അവിടെ ഏതാണ്ട് 1,00,000-ലധികം വോട്ട് 2020 പിടിച്ചതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞത്. ഇവിടെയിൽ BJP പിടിച്ചതുപോലെ 2020 ചാലക്കുടിയിൽ പിടിച്ചതെങ്കിൽ ബെന്നി ബെഹനാൻ തോൽക്കുമായിരുന്നു.
ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കത് വിടാം. കോൺഗ്രസ് ആണ് തീർച്ചയായും പിണറായിയുടെ ഭരണം തുടച്ചു നീക്കേണ്ടത്. സാധ്യമാണോ? ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യമനുസരിച്ച് ബുദ്ധിമുട്ടായിരിക്കും. ജനം പിണറായി ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ചാലും, മുസ്ലിം ലീഗിനെ അധികാരത്തിന് വേണ്ടി ഇടതുപക്ഷത്തേക്ക് മാറണമെന്ന് മോഹം ഉപേക്ഷിച്ചാലും കോൺഗ്രസ്സുകാർ വിജയിക്കാൻ സമ്മതിക്കില്ല. നമ്മൾ നോക്കുക, കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ തമ്മിലുള്ള വടംവലി. കേരളത്തിൽ നേതാക്കൾക്ക് ഒരു കുറവുമില്ല. കേന്ദ്രത്തിലാണ് കോൺഗ്രസ് നേതാക്കളില്ലാത്തത്. കേരളത്തിൽ ഇഷ്ടംപോലെ നേതാക്കളുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, KPCC പ്രസിഡന്റ് കെ സുധാകരൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ, വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായ കൊടിക്കുന്നിൽ സുരേഷ്. ഇവർക്കെല്ലാം മുകളിലാണ് തന്നെ പോലൊരു നേതാവിനെ കിട്ടിയത് കോൺഗ്രസിന്റെ ഭാഗ്യമെന്ന് കരുതുന്ന കെ മുരളീധരൻ. അങ്ങനെ പോകുന്നു കോൺഗ്രസിന്റെ വിപുലമായ നേതൃനിര. പക്ഷെ ഇവർ തമ്മിൽ ഒരു യോജിപ്പുമില്ല. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം കൊടുത്ത വിരുന്നിൽ നിന്നും രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. ചെന്നിത്തലയെ ക്ഷണിച്ചില്ല, ചെന്നിത്തലയ്ക്ക് അഭിപ്രായം പറയാൻ അവസരം കൊടുത്തില്ല, ചെന്നിത്തല വിരുന്നിന് നിന്നില്ല. ചെന്നിത്തലയെ പോലൊരു മുതിർന്ന നേതാവിനോട് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ബഹുമാനമില്ലാതെ പെരുമാറിയത്? സാധാരണ പ്രവർത്തകർ ചോദിക്കുന്നതാണ്. ചെന്നിത്തല നയിച്ചിട്ട് അധികാരത്തിലെത്തിയില്ല എന്നത് സത്യമാണ്. പക്ഷേ ചെന്നിത്തല അല്ലാതാവുന്നില്ല. ചെന്നിത്തല ഉയർത്തിയ വിഷയങ്ങൾ അപ്രസക്തമാവുന്നില്ല. കോൺഗ്രസിലെ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ചെന്നിത്തല. ആ ചെന്നിത്തലയ്ക്ക് സംഘിത്തല എന്ന പേര് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളാണ്. അങ്ങനെ മൂലക്കിരുത്തിയിരിക്കുന്നു ചെന്നിത്തലയെ. പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ബഹുമാനം മുമ്പ് തൻ്റെ നേതാവായിരുന്ന ചെന്നിത്തലയോട് കാണിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതവിടെ നിൽക്കട്ടെ. കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ ആവേശവും ആശയും കെ സുധാകരനാണ്. പച്ച മനുഷ്യനാണ്. തനിക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറയും. ഒരു നാണവുമില്ല, ഒരു പേടിയുമില്ല. സുധാകരനെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ഇഷ്ടമില്ലാത്തത്? അത്ഭുതം തോന്നും. ഞാൻ പ്രതിപക്ഷ നേതാവിന് ശത്രുവൊന്നുമല്ല. വി ഡി സതീശിൻ്റെ പ്രസംഗങ്ങൾ എനിക്കിഷ്ടമാണ്. നിയമസഭയിലെ അടുക്കും ചിട്ടയുമുള്ള വർത്തമാനങ്ങൾ, വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വിശ്വസനീയമായ രീതിയിൽ ഇടപെടലുകൾ, അതിലൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. നിയമസഭയിൽ മനോഹരമായി പ്രസംഗിക്കുന്നതിൽ മാത്രം തൻ്റെ പ്രവർത്തനം ഒതുക്കി നിർത്തുന്നു. രമേശ് ചെന്നിത്തല ചെയ്തത്രയും പണി ചെയ്യുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിണറായിയുടെ ധൂർത്തിനെതിരെ, അഴിമതിക്കെതിരെ, വൃത്തികേടുകൾക്കെതിരെ വേണ്ടതുപോലെ ജനശബ്ദമുയർത്താൻ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായി രൂപപ്പെട്ടു വരുന്ന അത്തരം പ്രതിഷേധങ്ങളെ പ്രതിപക്ഷ നേതാവ് വിട്ടുകളയുന്നു, അവഗണിക്കുന്നു എന്ന് പരാതി എനിക്കുണ്ട്. നമുക്കറിയാം, പരസ്യമായി ഒഴിവാക്കാവുന്ന പല ഈഗോ ക്ലാഷുകളും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമുണ്ട്. വലിയ തിളക്കമാർന്ന വിജയമാണ് പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടിയുടെ മകന് കൊടുത്തത്. അത് ചാണ്ടി ഉമ്മന് കൊടുത്ത അംഗീകാരമായിരുന്നില്ല, ഉമ്മൻചാണ്ടി കൊടുത്ത അംഗീകാരമായിരുന്നു. ഒരു മനസ്സോടുകൂടി കോൺഗ്രസ് നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും നിന്നു. ഏറ്റവും വലിയ കോർഡിനേഷൻ നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ്. തർക്കമൊന്നും വേണ്ട. സതീശൻ അക്കാര്യത്തിൽ മിടുക്കനാണ്. തെരഞ്ഞെടുപ്പ് കോർഡിനേറ്റ് ചെയ്യാനും ആളുകളെ സംഘടിപ്പിക്കാനും ഒക്കെ മിടുക്കനാണ് സതീശൻ. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ KPCC പ്രസിഡന്റ് അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് സംസാരിക്കേണ്ടത്. അതിനു മുമ്പ് ധാരണയുണ്ടാവണം. KPCC പ്രസിഡന്റ് മൈക്ക് കൊടുക്കാതെ മൈക്കെല്ലാം തൻ്റെ മുമ്പിൽ വെക്കുന്നു. KPCC പ്രസിഡന്റ് മൈക്ക് എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പം പിണങ്ങി മുഖം വീർപ്പിച്ച് മാറിയിരിക്കുന്നു. എന്നിട്ട് ഒടുവിൽ എന്തോ ചോദിച്ചപ്പോൾ KPCC പ്രസിഡന്റ് ഉത്തരം പറയാൻ കഴിയില്ല എന്നായപ്പോൾ അദ്ദേഹം പറയട്ടെ എന്ന് പറയുന്നു. ഇതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ പല സമീപനങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാറുണ്ട്. ഏറ്റവും ഒടുവിൽ സുധാകരൻ വൈകാരികമായി തന്നെ പിണറായിക്കെതിരെ ആഞ്ഞടിക്കുന്ന കഴിഞ്ഞ ദിവസം. കാരണം കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ മുഴുവൻ ബോംബ് വിതറി അതിൻ്റെ ബലത്തിൽ ജീവിക്കുന്ന പാർട്ടിക്കെതിരെ, CPM-നെതിരെ സാധാരണക്കാർ രംഗത്ത് വന്നു തുടങ്ങിയപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ആ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് സുധാകരൻ്റെ സാന്നിധ്യം വളർന്നപ്പോൾ കൂടുതൽ കാർക്കശ്യത്തോടു കൂടിയുള്ള നിലപാടാണ് സുധാകരൻ എടുക്കുന്നത്. ഓർക്കണം, വി ഡി സതീശനെ പോലെ സുരക്ഷിതമായ രാഷ്ട്രീയം കളിക്കുന്ന ആളല്ല സുധാകരൻ. വി ഡി സതീശന് തന്ത്രങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷെ സുധാകരൻ അങ്ങനെയല്ല രാഷ്ട്രീയം കളിച്ചത്. തൻ്റെ ജീവൻ ഏത് നിമിഷവും നഷ്ടപ്പെടും എന്ന് കരുതി തന്നെയാണ് ഈ CPM ഭീകരതയ്ക്കെതിരെ പോരാടിയത്. CPM-ന് ഇഷ്ടപ്പെടാതെ വന്നതിൻ്റെ പേരിൽ ഒരു കാരണവുമില്ലാതെ ഊരുവിലക്കേർപ്പെട്ട പല കുടുംബങ്ങൾ, അല്ലെങ്കിൽ സംശയത്തിൻ്റെ പുറത്ത് പാർട്ടിക്കാർ വെട്ടിക്കൊറന്ന പലരും, ഇവരുടെയൊക്കെ ശവസംസ്കാരം പോലും CPM തടയുമ്പോൾ അവിടേക്ക് റാന്തൽ വിളക്കുമായി തൻ്റെ അടുത്തോടുകൂടി കടന്നു കയറി അതൊക്കെ നടത്തിക്കൊടുക്കാൻ സുധാകരൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. CPM-ന് തടയാൻ കഴിയാത്ത ശക്തിയായി വളർന്നയാളാണ് സുധാകരൻ. അതുകൊണ്ട് തന്നെ സുധാകരന് CPM-നെ കുറിച്ച് പറയുമ്പോൾ, പിണറായിയെക്കുറിച്ച് പറയുമ്പോൾ അല്പം ആവേശം കൂടും. ആ ആവേശമാണ് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെയും ആവേശം. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ അവൻ എന്ന് വിളിച്ചുകൊണ്ട് പിണറായിയെ അധിക്ഷേപിച്ചപ്പോൾ, അവൻ കൊലയാളിയാണ്, അവൻ എത്ര പേരെ കൊന്നിട്ടുണ്ട് എന്ന് സുധാകരൻ ചോദിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കൈയടിച്ചതും ആവേശം കൊണ്ടതും അത് അവരുടെ അനുഭവമാണ്. സുധാകരനായതും കോൺഗ്രസ് പ്രവർത്തകർ സുധാകരനൊപ്പം നിൽക്കുന്നതും ഈ ആവേശം കൊണ്ടാണ്. എന്നാൽ സുധാകരനെ ഒരാവശ്യവുമില്ലാതെ നിയമസഭയിൽ തള്ളിപ്പറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇതേക്കുറിച്ച് ചർച്ചയുണ്ടായപ്പോൾ ഭരണപക്ഷത്തിനൊപ്പം ചേർന്നുകൊണ്ട് ഒറ്റുകാരൻ്റെ വേഷം കെട്ടി സതീശൻ.
ഇപ്പൊ ഇവിടെ പറഞ്ഞു ഞങ്ങൾക്ക് ധാർഷ്ട്യമില്ല, അഹങ്കാരമില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞു. KPCC പ്രസിഡന്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്ദ്യനായ ഒരു ബിഷപ്പിനെയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത്? ഈ കഴിഞ്ഞ ദിവസം വിവരദോഷി വിളിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ അസംബ്ലിയിലെ സ്പീക്കറെ ആലോചിക്കണം. അങ്ങ് ആലോചിച്ചിട്ട് മതി. ഞാൻ ഇനി പറയാൻ പോണ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല. എന്താണെന്നറിയോ? അത് അൺപാർലമെന്ററിയാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച 3-4 വാക്കുകളുണ്ട്. ഞാനത് കോട്ടിയില്ല. കാരണം ഞാൻ സംസാരിക്കുന്ന ഒരു വാക്ക് പോലും ഈ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലും ഞാൻ കോട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ആ വിവരദോഷി എന്ന് ആ പിതാവിനെ, അഭിവന്ദ്യനായ പിതാവിനെ വിളിച്ചപ്പോ ആ പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. ആ റിയാസ് പാവം, ആ റിയാസ് വന്ന് പറഞ്ഞു അത് ശരിയാണ്, ആ വിവരദോഷി എന്ന് വിളിച്ചതിൽ തെറ്റില്ല. ആ പാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മന്ത്രി സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയെ. ഈ ബാലഗോപാൽ ധനകാര്യമന്ത്രി ഒന്നും കണ്ടില്ല. ഒറ്റ മന്ത്രി, ഒറ്റ MLA വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല. റിയാസെങ്കിലും ഉണ്ടായിരുന്നു, ഭാഗ്യം. അപ്പൊ അതുകൊണ്ട് വാക്കുകൾ നമ്മൾ ബഹുമാനത്തോടുകൂടിയും സൂക്ഷിച്ചുമൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പിണറായിയുടെ ഭാഷ വിമർശിച്ചുകൊണ്ടാണ് സതീശൻ പറഞ്ഞതെങ്കിലും അത് ശരിയായില്ല. പിണറായി അധിക്ഷേപിക്കുന്നത് ആരെയാണ്? രാഷ്ട്രീയ ശത്രുക്കളെയല്ല. അതിനുള്ള ധൈര്യമൊന്നും പിണറായിക്കില്ല. മതപുരോഹിതന്മാരെ, മറുപടി പറയാൻ കഴിയാത്ത മനുഷ്യരെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതും ഇപ്പോഴിത് വിവരദോഷി എന്ന് വിളിച്ചതുമൊക്കെ മതപുരോഹിതന്മാരെയാണ്. അതുപോലെ പരനാരി എന്ന് വിളിച്ചത് ആർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കാത്ത സാധുവായ പ്രേമചന്ദ്രനെയാണ്. അല്ലാതെ സുധാകരനെ അങ്ങനെ വിളിക്കാനുള്ള ധൈര്യമൊന്നും പിണറായിക്കില്ല. എന്നാൽ സുധാകരൻ പിണറായിയുടെ മുഖത്ത് നോക്കിയാണ് വിളിച്ചത് വിവരം കെട്ടവൻ, ബുദ്ധിയില്ലാത്തവൻ, കൊലപാതകി എന്നൊക്കെ. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ്. ആ വികാരം സതീശന് മനസ്സിലാവില്ല. കാരണം സതീശനെ മെയ്വഴക്കത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് പിടിച്ചു നിൽക്കാം. എന്നാൽ സുധാകരന് സാധ്യമല്ല. സുധാകരനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, സുധാകരൻ നയിച്ചിരുന്നെങ്കിൽ എന്ന് ജനം കരുതുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാടുകളാണ്. ഈ നിലപാടുകൾ തള്ളിപ്പറയാൻ സതീശൻ ശ്രമിച്ചത് മോശമായി പോയി. സതീശനെ ഞഞ്ഞാവിഞ്ഞ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് വളർത്തിയെടുക്കാൻ കഴിയില്ല. സുധാകരൻ്റെ ചങ്കൂറ്റത്തിന് മാത്രമേ കഴിയൂ. പിണറായിസ്റ്റ് ഭീകരത അവസാനിക്കണമെങ്കിൽ സുധാകരനെ പോലെ ഇരട്ട ചങ്കൂറ്റമുള്ള തൻ്റെ ഇടത്തോടുകൂടി അഗ്നിയിൽ വളർന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അത് മനസ്സിലാക്കാതെ മുഖം കറുപ്പിക്കുന്നതും സുധാകരനോട് വൈരം പുലർത്തുന്നതുമൊക്കെ തെറ്റാണ്. സുധാകരനും സതീശനും 2 ദിക്കിലാണ് പോകുന്നത് എന്ന് സകല കോൺഗ്രസ്സുകാർക്കും അറിയാം. എന്നോട് പല നേതാക്കളും വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 ദിക്കിലേക്ക് വാഹനം ഓടിച്ചാൽ ഒരിടത്തും എത്തില്ല. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് പിണറായിയുടെ ദുർഭരണം അവസാനിക്കണമെന്നാണ്. അതിന് സതീശൻ തടസ്സം നിൽക്കരുത്. സുധാകരനെ പോലൊരാളുടെ തൻ്റെ ഇടമുള്ള ധൈര്യമുള്ള നിലപാടിനെ ജനം കാതോർക്കുമ്പോൾ അതിനെ ഞഞ്ഞാവിഞ്ഞ പറഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. സതീശൻ തെറ്റുതിരുത്തുക. സതീശൻ്റെ നിലപാടല്ല, സുധാകരൻ്റെ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക.